ഓരോ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുന്ന രീതി മാറണം. കടം വാങ്ങിയാൽ തന്നെയും അത് കൃത്യമായ രീതിയിൽ സമയത്ത് തന്നെ തന്നെയാളെ ഉപദ്രവിക്കാത്ത വിധം അടച്ചു തീർക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയായിരിക്കും ആഖിറത്തിലേക്ക് പോകുമ്പോൾ. സ്ത്രീകളെയും മക്കളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു ശേഷി കൂടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. പലപ്പോഴും തോൽക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നതനുസരിച്ച് വീടിന് പ്ലാൻ ഉണ്ടാക്കും, അവർ പറയുന്നതനുസരിച്ച് വീടിന് അലങ്കാരപ്പണികളൊക്കെ നടത്തും. അവസാനം വീടിന്റെ വിഷയത്തിൽ ഒരു വലിയ ബാധ്യത വരും. ജീവിതകാലത്ത് മുഴുവൻ അധ്വാനം ഒരു വീടിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ആ വീട് ഉദ്ഘാടനത്തിന് ശേഷം ഒരു പ്രാവശ്യം പോലും സമാധാനമില്ലാതെ എങ്ങനെയാണ് ഇനിയിപ്പോൾ കടം വീട്ടുക എന്നുള്ള വിചാരത്തിൽ മനുഷ്യൻ തളർന്നു പോകുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം മാറ്റിവെച്ചാലും പിന്നീട് ഈ കടം വീടാത്ത വിധം മനോഹരമായൊരു സൗധം നിർമ്മിച്ചിട്ട് അയാൾക്ക് എന്ത് സമാധാനം കിട്ടാനാണ്? ഖുർആൻ വീടിനെ കുറിച്ച് പറയുന്നത് ബൈത്ത് ദാർ എന്നൊന്നുമില്ല. ബൈത്ത് ദാർ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്, കഅബയെ കുറിച്ച് മറ്റും. വീടിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മസ്കൻ എന്നാണ്. ആശ്വാസത്തിന്റെ ഇടം എന്നർത്ഥം, സമാധാനത്തിന്റെ കേന്ദ്രം എന്നർത്ഥം. അവിടെ എത്തുമ്പോഴേക്ക് നല്ല സമാധാനം ഉണ്ടാവണം. വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് അതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം. ജോലി ചെയ്ത് തളർന്ന് വെച്ചു വരുന്നയാൾക്ക് തന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എല്ലാം മറക്കുന്ന ഒരു അനുഭൂതി വേണം.